ഹലോ ഗായ്സ്, ഇത് ഇടുക്കി രാജകുമാരി പോയപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ ഇടാൻ മറന്നു പോയതാ. ഞങ്ങൾ അവിടെ ചെന്ന് 2-3 ദിവസം നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചെറിയൊരു ട്രിപ്പ്, പെട്ടെന്ന് തീരുമാനിച്ചതാണ് ചെറിയൊരു ട്രിപ്പ്. അപ്പോൾ കുറേ സ്ഥലങ്ങൾ വന്നു. അപ്പോൾ ഇത് എവിടെ പോകുമെന്ന് ഞാൻ ആലോചിച്ചപ്പം ഒരു സ്ഥലം കണ്ടെത്തി. ഞങ്ങൾ ഇത്രയും പേര്, ഞങ്ങൾ കുറച്ച് പേരിൽ ഞങ്ങൾ കാറിലാട്ടോ പോയത്, എല്ലാവരും ഒന്നും ഇല്ലായിരുന്നു, കുറച്ച് പേരേ ഉള്ളായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെയും കൂടെ കയറി ഒന്ന് കാണിച്ചിട്ട് പോവാം, ഇവിടെയുള്ള പ്രശസ്തമായ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. ആനയിറങ്ങൽ ഡാം, ദേ ഇതാട്ടോ സ്ഥലം. എന്താ പറയുക, അവിടെ അങ്ങനെ വലിയ ആളും തിരക്കൊന്നും ഇല്ലായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു, മഴയൊന്നും വലിയതായിട്ടില്ലായിരുന്നു. പക്ഷെ നല്ല ഒരു തണുത്ത ഒരു എന്താ പറയുക, അന്തരീക്ഷം നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഇടുക്കി നല്ല നല്ല തണുപ്പാണ്. അവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഇതാണ് ആ ഡാം. ഇത് ഡാം നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, അതിൻ്റെ വേറൊരു വശമുണ്ട്, നമുക്ക് ബോട്ടിങ്ങിൻ്റെ വശമുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല, കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട സ്ഥലത്ത് ചെല്ലുമ്പം താമസിക്കും. അതുകൊണ്ട് അങ്ങോട്ടൊന്നും കയറില്ല. ജസ്റ്റ് നമ്മൾ പോകുന്ന വഴിക്കൊന്ന് കയറി കാണിച്ചാണ് അറിയാൻ. ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ ആനയൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് കയറിയത്. പക്ഷെ നമ്മൾ കയറിയ സമയത്ത് എന്തായാലും ആനയൊന്നും വന്നില്ല. അതുകൊണ്ട് അവിടെ കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇറങ്ങാനേ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് നമ്മൾ പാർക്ക് ചെയ്യുന്ന കഴിഞ്ഞ് ഒരു ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നടക്കാണ്ട് കുറച്ച് ദൂരം നടന്ന് പിന്നെ ഡാമിൻ്റെ അവിടെയൊക്കെ ചെന്ന് എന്താ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം, ഇപ്പുറത്ത് വെള്ളം കെട്ടിയിട്ടേക്കോട്ടെ, വെള്ളം പോത്തൊന്നുമില്ല, അത് കെട്ടിയിട്ടേക്കാണ്. വെള്ളം കണ്ട് ഒരുപാട് ആ ഡാമിൻ്റെ ഒരു വശം വരെ വെള്ളം കയറി. നമ്മൾ ഇന്നിപ്പോൾ വലിയ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു സൈഡ് അടച്ചിട്ടേക്കണെങ്കിൽ അടുത്ത സൈഡ് പോകുന്ന വഴിയല്ലേ, വെള്ളം പോകുന്ന വഴി. അപ്പോൾ ആ വഴിയിൽ ഒരു സ്ലാവുണ്ട്, ഒരു കുഞ്ഞ സ്ലാവ്. ആ വെള്ളം പോകുന്നിടത്തൊരു സ്ലാവുണ്ട്. ആ സ്ലാവിനകത്ത് ഒരു സാധനം ഇരിക്കുന്നത്. ഞങ്ങൾ ആദ്യം വിചാരിച്ച് വേറെന്താ സാധനം, പക്ഷെ അത് വേറൊന്നും അല്ലായിരുന്നു, ഒരു വലിയൊരു മീനായിരുന്നു. അത് അവിടെ കയറി ഉണങ്ങി ലാസ്റ്റ് കിളിയൊക്കെ കൊത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ എന്താ പറയുക, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം നമ്മൾ പോകേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെ ചെല്ലുമ്പോൾ താമസിക്കും. നമുക്ക് അവിടെ പോയിട്ട് തിരിച്ചും വരണം, അന്ന് തന്നെ തിരിച്ചു വരണം. വൺ ഡേ ട്രിപ്പായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചും വരണം എന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് അത് കിളിയൊക്കെ കുത്തുന്ന കണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു നോക്കി. ബസ് ചെയ്യൂ, അടുത്ത വീട്ടിൽ കാണാം.